തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവേ, ഇങ്ങനെയാണ് ഈ ഒരു 108ാമത്തെ ജന്മവാർഷികം കത്തോലിക്ക കോൺഗ്രസിൻ്റെ, അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഒരു സാമുദായിക ശക്തീകരണ സമ്മേളനവും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കത്തോലിക്ക കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ സമുദായ സംഘടനകളിൽ പ്രബലമായൊരു സംഘടനയാണ്. ഈ സംഘടനയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് കേരള സമൂഹം ഇന്ന് നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. ഈ 108ാം ജന്മദിന സമ്മേളനത്തിൽ നമ്മൾ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത് കുടിയിറക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് കാവൽ നിൽക്കാൻ സർക്കാരുകൾക്ക് കഴിയേണ്ടതുണ്ട്. വിവിധങ്ങളായ നിയമങ്ങൾ വഴി കുടിയിറക്കപ്പെടുന്ന കർഷകർ, വന്യജീവികളുടെ അക്രമങ്ങൾ വഴി, വിലത്തകർച്ച വഴി കാർഷിക മേഖലയിൽ നിന്ന് നിർബന്ധിതമായ കുടിയിറക്കിന് കർഷകർ വിധേയരാകുന്നു എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. അതുപോലെ തന്നെ ഇവിടെ വികസനമോ ജോലി സാധ്യതകളോ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് യുവജനങ്ങൾ വലിയ സംഖ്യകളായി വിദേശത്തേക്ക് കുടിയേറുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതെല്ലാം ആത്യന്തികമായി കേരള സംസ്ഥാനത്തിൻ്റെ ഭാവിയെ തന്നെ അപകടപ്പെടുത്തുന്ന പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികൾക്കുള്ള ശരിയായ പരിഹാരം വേണം. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയുണ്ടാവണം. ഇതാണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഭാരതത്തിൻ്റെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന പീഡനങ്ങളെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇതൊക്കെയും ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. കേരളം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അത്തരം നോക്കുമ്പോൾ ഇത്രയും വലിയൊരു സമുദായ സമ്മേളനം നടക്കുമ്പോൾ അത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നൊരു സന്ദേശം, ഏതെങ്കിലും തരത്തിൽ സന്ദേശം നൽകുന്നുണ്ട്? ഞങ്ങൾ ഈ സമ്മേളനത്തിലൊരു രാഷ്ട്രീയ സമ്മേളനമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക, അതുപോലെ പുതിയ സർക്കാർ രൂപം കൊള്ളുമ്പോൾ ഈ ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ നയം സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ സർക്കാരുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രകടന പത്രികകൾ ക്രമപ്പെടുത്തുന്ന സമയമാണിത്. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും.